നമസ്കാരം. വധു തൃപ്രങ്ങോട്ട് കോവിലകത്തെ നാഗലക്ഷ്മി തമ്പുരാട്ടി, 1000 പറ നിലവും 500 പവൻ പൊന്നുമാ സ്ത്രീധനം, ഇങ്ങനെ പറയുന്നൊരു കഥാപാത്രത്തെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മനോരമ ഓൺലൈൻ പറയുകയാണ്, അധ്യാപക ജോലിക്ക് വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണത്രേ വധു. ഇതൊക്കെ ശരിയായ കാര്യമാണോ മനോരമേ? തൊഴിലില്ലാത്തവനും പതിവായി തൊഴിൽ മേടിക്കുന്നവനുമായ ഒരു എസ്എഫ്ഐക്കാരൻ്റെ ജീവിത പങ്കാളിയാകുമ്പോൾ ഭാര്യയ്ക്കെങ്കിലും ഒരു തൊഴിൽ വേണം. ഭർത്താവ് പാർട്ടി പ്രവർത്തനത്തിനായി പോകുമ്പോൾ ഭാര്യയ്ക്കൊരു ജോലി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് നയം. പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ തൊഴിലുണ്ടാക്കാൻ പറ്റിയ സമയമാണെന്ന് അവർ കരുതിപ്പോയി. ഒരു ചെറിയ വ്യാജ സർട്ടിഫിക്കറ്റ് അങ്ങ് ഉണ്ടാക്കി. അതിന് എസ്എഫ്ഐക്കാരും പാർട്ടിയും പിന്തുണ നൽകുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുൻ എസ്എഫ്ഐ നേതാവായ കെ വിദ്യ എന്ന കുട്ടിയും എസ്എഫ്ഐ നേതാവായ PM ആർഷോയും തമ്മിൽ വിവാഹിതരാവുകയാണ്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത്. തൃക്കരിപ്പൂർ രജിസ്റ്റർ ഓഫീസിൽ തിങ്കളാഴ്ചയാണ് വിവാഹം. ലളിതമായ ചടങ്ങിൽ വെച്ചൊരു ചുവന്ന ഹാരം വധു അങ്ങോട്ടും ഒരു ചുവന്ന ഹാരം വരൻ ഇങ്ങോട്ടും ഇടും. അതിനുശേഷം എല്ലാവരും പാർട്ടി സൂക്തങ്ങൾ ഒരുമിച്ച് ചൊല്ലും. കഴിഞ്ഞ ദിവസത്തെ എസ്എഫ്ഐ സമരവുമായി ബന്ധപ്പെട്ട് ഈ PM ആർഷോ പറഞ്ഞത് കേട്ടായിരുന്നു. തീ തുപ്പുന്ന പാറ്റൻ ടാങ്ക് കൊണ്ടുവാടി എന്നാണ്. പുള്ളിക്ക് സ്ത്രീധനമായിട്ടൊന്നും വേണ്ട. സർക്കാർ ഒരു തീ തുപ്പുന്ന പാറ്റൻ ടാങ്ക് പുള്ളിയുടെ നേർക്ക് വിട്ടുകൊടുത്താൽ മതി. അത് കേട്ട് സർക്കാർ പാറ്റൻ ടാങ്ക് അയച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് തീ തുപ്പും, ആർഷോയുടെ താടി കരിയും. കല്യാണ ചെറുക്കനെ കാണാൻ പിന്നെ ഒരു മെനയും ഉണ്ടാകില്ല. പറക്കും തളിക സിനിമയിൽ കല്യാണ ചെറുക്കനെ ഒരുക്കിയ മാതിരിയായി പോകും അത്. ഈ ആർഷോയുടെ പ്രതികരണങ്ങളും നിലപാടുകളും പലപ്പോഴും വലിയ വിമർശനത്തിനും പരിഹാസത്തിനും വിധേയമായിട്ടുണ്ട്. ഉന്നതരായ ഇടതു നേതാക്കൾ പോലും ഈ ആശാനെ തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി PG വിദ്യാർത്ഥിയായിരുന്നു ആർഷോ. പിന്നീട് പഠനം മതിയാക്കുകയായിരുന്നു. മകൻ കുറേ കാലമായി കോളേജിൽ ഹാജരാകുന്നില്ല എന്ന് കാണിച്ച് പിതാവിന് ഒരു നോട്ടീസ് അയച്ചു. അപ്പോഴാണ് പഠിക്കാൻ വിട്ട മകൻ കോളേജിൽ പോകുന്നില്ല എന്ന് ആ പാവം അച്ഛൻ മനസ്സിലാക്കിയത്. വിവാഹപ്രായമായി എന്നറിഞ്ഞപ്പോഴാണ് ആർഷോ കോളേജിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. വധുവിനെ നേരത്തെ കണ്ടെത്തി വച്ചിരിക്കുകയായിരുന്നു. ഗവേഷണ വിദ്യാർത്ഥിയായ ആർഷോ കോളേജിൽ ഹാജരാകില്ലെന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞതോടെ എക്സിറ്റ് ഓപ്ഷൻ കൊടുത്ത് പഠനം മതിയാക്കി എന്നുള്ള വിവരം അധ്യാപകരെ അറിയിച്ചു. പുതിയ കാലത്തെ എസ്എഫ്ഐക്കാരനുള്ള എല്ലാ അയോഗ്യതകളും സ്വന്തമാക്കിയ ആളാണ് ഈ ആർഷോ. കേരളത്തിലെ സാധാരണ മനുഷ്യർ എസ്എഫ്ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇത്രയും വെറുത്ത ഒരു കാലം ഇയാൾ ഉണ്ടാക്കിയതാണ്. ഈ ചെറുപ്പക്കാരൻ എപ്പോഴും ഒരു വഷളനെ പോലെ സംസാരിക്കും, ഗർജിക്കും, പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറും. ഇപ്പോൾ തന്നെ 40ഓളം കേസുകളിലെ പ്രതിയാണ് ഈ ഗുണ്ടാ നേതാവ്. ഒരിക്കലൊരു ചാനൽ ചർച്ചയിൽ ആർഷോയെ ഗുണ്ടയെന്ന് വിളിച്ചതിന് ചിന്താ ജെറോം ഒരു മാധ്യമ പ്രവർത്തകനെ എടുത്തിട്ട് കശക്കുന്നത് കേട്ടു. ആർഷോനെ പോലെ ഒരു നേതാവിനെ ഗുണ്ടയെന്ന് വിളിക്കുകയോ? ആർഷോ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതായിരുന്നു വിശദീകരണം. എന്തായാലും 10-30 കേസിലൊക്കെ പ്രതിയാകുന്നവനെ ഗുണ്ട എന്ന് തന്നെ വിളിക്കും. വെല്ലുവിളിയും അലർച്ചയുമാണ് ഈ ചെറുപ്പക്കാരൻ്റെ പ്രധാന വിനോദം. ഇയാൾക്ക് രാഷ്ട്രീയ ചിന്തകളോ രാഷ്ട്രീയ ബോധ്യങ്ങളോ ഇല്ല. സംസാരിക്കാനും അറിയില്ല. ഗുണ്ടായിസമാണ് എസ്എഫ്ഐ പ്രവർത്തനമെന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ. പാലക്കാട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഗുണ്ടായിസ ശൈലി നമ്മൾ കണ്ടതാണ്. അതിന് മറുപടിയായി അവിടുത്തെ ചെറുപ്പക്കാരനായ BJP നേതാവ് പ്രശാന്ത് ശിവൻ ഈ ചെറുപ്പക്കാരൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇയാൾ അണികളെ മുന്നിൽ നിർത്തി ഏറ്റവും പിന്നിൽ പോയി ഒളിച്ചു. ശരിക്കും റഹീമിനെ കണ്ടുപഠിച്ച ഒരു ബുദ്ധിശാലിയായ നേതാവാണിത്. ഇത്രയും വലിയ ഒരു എസ്എഫ്ഐ നേതാവിനെ ഒരു BJPക്കാരൻ അടിച്ചിട്ട് ഒരു പ്രതിഷേധ സ്വരം പോലും കേട്ടില്ല എന്നറിയുമ്പോഴാണ് ഇപ്പോഴും അത്ഭുതം. ഇങ്ങനെയുള്ള ഒരുത്തനാണ് പോലീസിനോട് പറയുന്നത് തീ തുപ്പുന്ന പാറ്റൻ ടാങ്ക് കൊണ്ടുപോയെന്ന്. ഒരുത്തൻ കർണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കുമ്പോൾ ഓടുന്നവനാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ തണലിലിരുന്ന് എന്തൊക്കെ നെറികേടുകൾ ഒപ്പിക്കാമോ അതെല്ലാം ഒപ്പിച്ചവനാണ് ഈ ആർഷോ. ഇയാളുടെ MA ക്ലാസ്സിലേക്കുള്ള പ്രവേശനം വ്യവസ്ഥകൾ പാലിക്കാതെയാണെന്ന ആരോപണം ഉയർന്നിരുന്നു. നിശ്ചിത ശതമാനം ഹാജർ ഇല്ലായിരുന്നു. എന്നിട്ടും ഇയാളെ PG ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സർവകലാശാലയ്ക്കും പരാതി നൽകിയിരുന്നു. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് പ്രിൻസിപ്പൽമാർ എസ്എഫ്ഐക്കാർ പറയുന്നത് കേട്ടേ മതിയാകൂ. ഒരു ഗവർണറെ നാടാകെ തടയുന്നതിനും അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആ മനുഷ്യനെ എസ്എഫ്ഐ പിള്ളേരെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നതിനും മുൻനിരയിൽ നിന്ന പുള്ളിയാണ് ഈ ആർഷോ. പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കടാ എന്ന് പറഞ്ഞാണ്
ഇയാൾ പോലീസ് സംഘത്തോട് അന്ന് ആക്രോശിച്ചത്. പിണറായി വിജയൻ്റെ അടിമച്ചോറുണ്ട് കഴിയുന്ന പോലീസ് അംഗങ്ങൾക്ക് ഇവനെ തൂക്കിയെടുക്കാനുള്ള ശക്തി ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. കുണുവാവയെ ലാളിക്കുന്ന പോലെയായിരുന്നു ഈ ചെറുപ്പക്കാരനെ അവർ ലാളിച്ചു കൊണ്ടുപോകുന്നത്. എന്തായാലും ആർഷോയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു മോഹഭംഗമാണ് ഉണ്ടായത്. 3ാം തവണ പിണറായി സർക്കാർ വരുമെന്നും തൻ്റെ വിവാഹം അടിപൊളിയാക്കാമെന്നൊക്കെ കരുതി കാണും പാവം. നിരവധി കേസുകളിൽ പ്രതിയായി ചെറുപ്പക്കാരനെ എന്തുകൊണ്ടാണ് ഇന്നുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഫലിതമായി മാറുന്നത്. വെല്ലുവിളിയും ഗുണ്ടായുസവുമായി തെരുവിൽ പ്രസംഗിക്കുന്ന ഈ നേതാവിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പഞ്ചായത്ത് അംഗമാകാൻ പോലും യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. വധുവിൻ്റെ വിശേഷങ്ങളൊക്കെ കേരള ജനത നേരത്തെ കണ്ടിട്ടുള്ളതാണ്. മഹാരാജാസ് കോളേജിൽ മലയാളം വിഭാഗത്തിൽ താൻ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതുമായി അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജിലും കാസർകോട്ടെ കരിന്തളം ഗവൺമെൻറ് കോളേജിലും ജോലി നേടി. അവിടുത്തെ പ്രിൻസിപ്പലിന് സംശയം തോന്നിയതോടെ ഈ തട്ടിപ്പുകാരി പിടിക്കപ്പെട്ടു. അഗളി, നീലേശ്വരം, എറണാകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ വിദ്യയ്ക്കെതിരെ കേസുകളുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ വിപ്ലവകാരിയായ യുവതി ഒളിവിൽ പോയി. SFIക്കാരും DYFIക്കാരും അവർക്ക് കാവൽ നിന്ന് വലയം തീർത്തു. വിദ്യയെ പിന്നീട് അഗളിയിൽ നിന്നും നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആരുടെയും സഹായമില്ലാതെ ഫോൺ ഉപയോഗിച്ചാണ് താൻ ഈ വ്യാജരേഖ നിർമ്മിച്ചതെന്നും ഒറിജിനൽ രേഖ നശിപ്പിച്ച് കളഞ്ഞതായും അവർ പോലീസിന് മൊഴി നൽകി. ജോലി ലഭിക്കില്ലെന്ന ഭയം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും എന്നാൽ തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വിദ്യ ആരോപിച്ചു. അല്പസ്വല്പം കവിതയുടെ സൂക്കേടുമുള്ള ഈ കുട്ടിയെ വാനോളം പുകഴ്ത്തുന്ന ആളായിരുന്നു സുനിൽ P. ഇളയിടമെന്ന സ്വയം തലകുലിക്ക് സഖാവ്. അന്ന് SFIക്കാർക്കും സർക്കാരിനുമെല്ലാം നാണക്കേടുണ്ടാക്കി ഈ വിദ്യ ഒളിവിൽ പോയി. അതോടെ PK ശ്രീമതി ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് കമൻ്റാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. എങ്കിലും എൻ്റെ വിദ്യയെ എന്നായിരുന്നു ശ്രീമതിയുടെ ആ നെടുവീർപ്പിടൽ. നോക്കണേ, ഈ പെൺകുട്ടിയെ കളിയാക്കി പോസ്റ്റിട്ട ശ്രീമതി എങ്കിലും എൻ്റെ PP ദിവ്യയെ എന്ന് പറഞ്ഞ് നവീൻ ബാബുവിൻ്റെ കൊലയാളിയെ പരിഹസിച്ചായിരുന്നോ? ഇല്ല. PP ദിവ്യയെ പരിഹസിച്ചാൽ P. ശശിയുടെ ബിനാമി ഇടപാടിന് തടസ്സമുണ്ടാകും. SFI കാലം മുതലേ എന്തൊക്കെ തരത്തിലുള്ള വ്യാജങ്ങളും വഞ്ചനയുമാണ് ഈ യുവാക്കൾ കാണിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. പാലക്കാട്ടെ മുൻ CPM നേതാവായിരുന്ന PK ശശി SFIയുടെ ഈ കുട്ടി സഖാക്കൾക്കെതിരെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആരുടെയെങ്കിലും തോളത്ത് ചാരാതെ നിൽക്കാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ SFI നേതാക്കളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഈ വിവാഹത്തോടെയെങ്കിലും ആർഷോ എന്ന ചെറുപ്പക്കാരൻ സ്വയം ഒന്ന് സംസ്കരിച്ചെടുക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആർഷോയും K. വിദ്യയും വിവാഹത്തിലൂടെ ഒന്നിക്കുന്നതിലൂടെ നാട്ടിൽ വിപ്ലവം പൂത്തുലയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാമുകിയെ വ്യാജക്കേസിൽ നിന്നും രക്ഷിക്കാൻ ആർഷോ അന്ന് ചില്ലറ ഇടപെടലുകളല്ല നടത്തിയത്. ഇനിയുള്ളത് ജീവിതമാണ് എന്ന ചിന്ത അയാൾക്കുണ്ടായിരുന്നു. വധൂവരന്മാരെ സ്വീകരിച്ചാനയിക്കാനും ആശംസകൾ നേരാനും റഹീമും ശിവൻകുട്ടിയും ഗോവിന്ദനും പോകുമോ എന്തോ. ആരും വന്നില്ലെങ്കിലും പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ ചെന്ന് അനുഗ്രഹം വാങ്ങാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. അദ്ദേഹത്തിന് ഇപ്പോൾ മോശം സമയമാണ്. അത് നമ്മളെയും ബാധിക്കും. എന്തായാലും ഈ സഖാക്കൾ ഗോവിന്ദനെ പോലെയും PK ശ്യാമളയെപ്പോലെയും വിജയരാഘവനെ പോലെയും ബിന്ദുവിനെ പോലെയും ആര്യ രാജേന്ദ്രനെ പോലെയും സച്ചിൻ ദേവിനെ പോലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുന്ന ദമ്പതികളായി മാറട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം.